വണ്ടിയുടെ ടയറൊക്കെ പോകുന്നത് ഇത് കണ്ടില്ലേ? ഇത് അനുഭവത്തിക്കുന്നത് ഇവിടെ ഇനി പണിയാൻ നിൽക്കണ്ടട്ടാ. ആരാന്ന് വെച്ചാൽ വരട്ടെ, കോൺട്രാക്ടറാ, സബ് എഞ്ചിനീയറാ, മുനിസിപ്പാലിറ്റി ആരാന്ന് വെച്ചാൽ വരട്ടെ, ഞാൻ സംസാരിച്ചോളാം. എല്ലാം അടുപ്പിച്ചത് ഇത് കണ്ടില്ലേ? ഇറക്കി കൂട്ടിയൊക്കെ വണ്ടിയുടെ ടയർ രാവിലെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയത്. അയാൾക്ക് കാശും മേടിച്ച് അങ്ങോട്ട് പോയാൽ മതിയല്ല. ഇതിങ്ങനെ ഇട്ടിട്ടുണ്ടാ കാര്യം? പണിയുണ്ട് ഇവിടെ. താമസിക്കുന്ന ഏരിയകളാണ്. കട്ട തല്ലി പൊളിച്ചിട്ടൊക്കെ അങ്ങോട്ട് പോയിട്ട് പണിയുണ്ട. ടയർ ഇത് നോക്കിയ ഇത് കണ്ട തോളയാണ് ഇവരെ കിടക്കുന്നത്. പണിയുണ്ട. ഉടായ്പ പണി. ഇതാ അവിടെ അത് പൊളിച്ചപ്പോഴേ പറഞ്ഞതാണ്. മര്യാദക്ക് സൂപ്പർവൈസർ പിന്നെ ആരാണ് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആരാണ്? ഇല്ല നിങ്ങളോട് എന്തെന്നാ പറഞ്ഞേക്കണേ ഇവര്? ഇത് പൊട്ടിയതാണെങ്കിൽ എന്താണെങ്കിലും ഇങ്ങനെ വിരിച്ചോളാനാണ് അവർ. പിന്നെ പൊട്ടിയതല്ലേ മാറ്റിച്ചേ? ഈ കാണുന്നത് പൊട്ടിയതല്ലേ? ആ പൊട്ടിയതാണോ വിരിച്ചത്? വിരിച്ചത് ഇവര് മാറ്റിച്ചാണോ? ഇവര് മാറ്റിച്ചതാണോ? ഇവര് അത് പെറുക്കി മാറ്റിച്ചപ്പോഴാണ് നിങ്ങൾ മാറ്റിയത്. പിന്നെ അത് എത്ര എണ്ണം ഞാൻ കാണിച്ചു തരാം. പൊട്ടിയത് ചെയ്യാൻ പറ്റുമെങ്കിൽ പിറക്കി കൂട്ടി ചെയ്യണ്ട. ലെവല് അതല്ല. അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആരാന്ന് വെച്ചാൽ വരട്ടെ. മെമ്പറാ അല്ലെങ്കിൽ ആരാന്ന് വെച്ചാൽ വരട്ടെ. ഇവിടെ മുനിസിപ്പാലിറ്റീനാ വാട്ടർ അതോറിറ്റീനാ ആരെങ്കിലും പണിയണ്ടോ? താൻ പണിയാതിട്ടുണ്ട് വയ്ക്കോ? പൊട്ടിയതിട്ടിട്ട് പണിയാ നിൽക്കണ്ട. നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ചെയ്താൽ മതി. രാവിലെ വന്നിട്ട് കണ്ടില്ലേ? ഇത് ഇതിന്റെ ഫീറ്റിംഗ് ആകാത്തോണ്ടാണ്. അപ്പൊ ഇതൊക്കെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാന്നൊരു താരം അങ്ങോട്ട് പോവുകയും ചെയ്ത്. രാവിലെ പറഞ്ഞിട്ട് ഇതാക്കിയത് അല്ല പിറക്കി കൂട്ടിയിട്ടിട്ട് ശരിയാണ്. ഇത് ഇട്ടെടുത്തു അല്ലെങ്കിൽ ലെവലിൽ കോൺക്രീറ്റ് ചെയ്താൽ മതി. കട്ട വിരിക്കണോ? ഇത് കേരള വാട്ടർ അതോറിറ്റിയുടെ വർക്കാണ്. ഈ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളെ എറണാകുളം ജില്ലയിലുള്ള മരട് മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട നെട്ടൂർ എന്ന് പറയുന്ന ദേശത്തെ ഏറ്റവും തിരക്കേറിയ ധന്യ ജംഗ്ഷൻ പരിസരമാണ് ഈ കാണുന്നത്. ഇവിടെ നല്ല രീതിയിൽ ടൈൽ വർക്ക് ചെയ്ത് നല്ല രീതിയിലുണ്ടായിരുന്ന റോഡാണ് ഇപ്പോൾ ഈ കുത്തിപ്പൊളിച്ചിട്ടേക്കുന്നത് വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി. അതും വെള്ളത്തിന് വേണ്ടി അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇവർ റോഡ് ശരിയാക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് പൊട്ടിപ്പൊളിച്ചെടുത്ത പൊട്ടിയ കട്ടയും കഷ്ണങ്ങളും എല്ലാം വെച്ചിട്ട് രണ്ടാമത് റീഫിറ്റ് ചെയ്യുന്നതാണ്. അതൊരിക്കലും ശരിയാവില്ല എന്നുള്ളത് ഈ പ്രദേശവാസികൾക്ക് അറിയാവുന്നുണ്ട്. അല്ല ഗോഡൗണും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. കണ്ടെയ്നർ ലോറികളൊക്കെ വരുന്ന സ്ഥലമാണെന്ന് ആലോചിക്കണം. ഈ റോഡാണ് ഈ കാണിച്ചു വെക്കുന്നത്. ഒരു മഴ പെയ്താൽ വീണ്ടും ഇത് കുഴിയാവുന്ന രീതിയിലേക്കാണ് വർക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ആളുകൾ ഇത് തടഞ്ഞിട്ട് നല്ല രീതിയിൽ പണിയണമെന്ന് പറഞ്ഞ് ഇതാക്കിയേക്കണേ. നമുക്ക് ചോദിക്കാം അവരോട്. എന്താ പേര്? അതിന്റെ ഒരു ജസ്സു. എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വാട്ടർ അതോറിറ്റിയുടെ വർക്കല്ലേ ഇത്? ഇത് വാട്ടർ അതോറിറ്റിയുടെ വർക്കാണ്. ഇത് പൊളിക്കാൻ നേരത്തെ ആൾക്കാരെല്ലാവരും പറഞ്ഞപ്പോ ഇവിടെ എല്ലാം കൂടി ക്ലിയർ ആക്കി തന്നേക്കാം, എന്നിട്ട് ഇത് ചെയ്യുള്ളൂ എന്നും പറഞ്ഞപ്പോ ഇത് പൊളിച്ചിട്ട് നമുക്ക് കാണിച്ചു വേണം ഇതങ്ങനെ പിറക്കി കട്ട വെക്കണേ കാണുന്നത്. വണ്ടി ഓടിക്കണ വണ്ടി ടയറെല്ലാം കുത്തി കീറും. ആ സൈസാണ് ഇവിടെ പണിയാണ്. ഇവിടെ എല്ലാം ഇതുപോലെ കാണിച്ചിട്ടേക്കണേ. പൊടിഞ്ഞ സാധനമൊക്കെയാണ് എടുത്തിട്ടേക്കണേ. പൊടിഞ്ഞതും ഇതൊക്കെ എടുത്ത് മാറ്റിച്ചാന്നാ പറയണത്. ഇത് കണ്ട, ഇത് കണ്ടെയ്നർ ലോറി വരെ പോകുന്ന റോഡാണെന്ന് ഓർക്കണത്. വാട്ടർ അതോറിറ്റി ഇത് ചെയ്യുമ്പോൾ ഇതിന് പൂർണ്ണമായിട്ട് ഇത് രണ്ടാമത് അതേപോലെ തന്നെ ആക്കുന്നതിനുള്ള ഫണ്ടടക്കം മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ അത് അതേപോലെ തന്നെ ഇവർ ക്ലിയർ ആക്കൂല. പിന്നെ വരുന്നത് ബാക്കിയുള്ളവർ അനുഭവിച്ചോളണം. ഒരു മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ് കയറുന്നത് പിന്നെ കുഴിയാണ്. ഈ കുഴി കൂടി വേണം ആളുകൾ സഞ്ചരിക്കാനായിട്ട്. കണ്ടെയ്നർ ലോറി വരെ പോകുന്ന റോഡാണെന്ന് ഓർക്കണം.
അപ്പോൾ ആളുകളെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുക. ഇത് ചില്ലറ ദൂരമൊന്നുമല്ല, ഇവിടുന്ന് തട്ടേക്കാട് വരെയുള്ള ദൂരം ഏതാണ്ട് 2 കിലോമീറ്ററോളം അടുത്ത് ഇതുപോലെ തന്നെ കാണിച്ചിട്ടിരിക്കണേ. അപ്പോൾ എല്ലായിടത്തെയും ദൃശ്യങ്ങൾ ഇതിൽ കാണിക്കുന്നില്ല. എന്തായാലും ഇവിടെ കുറേ പേര് ഇത് തടഞ്ഞിട്ട് നല്ല രീതിയിൽ ചെയ്താൽ മതി എന്നുള്ള രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇതുപോലെ ജനങ്ങൾ എല്ലായിടത്തും തയ്യാറാകണമെങ്കിൽ നല്ല രീതിയിലുള്ള റോഡുകൾ വരും. അല്ലെങ്കിൽ ഇതുപോലെ പൊളിച്ചിട്ടിട്ട് കുഴിയാക്കിയിട്ടിട്ട് അവരങ്ങോട്ട് പോവും.